ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എൻ്റെ ആദ്യത്തെ അപ്ഡേറ്റ് തരാം. ഇവിടെ പവർ ഓക്കെ ആയി. ഇന്നലെ രാത്രി ആയപ്പോൾ വന്നു, കുഴപ്പമില്ല, ശരിയായി. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. എന്നെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തതിന് താങ്ക് യു. ഓക്കെ, ആൻഡ് ഇന്നിപ്പോൾ നമുക്ക് ജനറൽ ഗൈഡൻസ് എടുക്കാം. ഇപ്പോൾ റീഡിങ് ഇന്നത്തെ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ. അതിന് നമുക്ക് യെസ് ആൻഡ് നോ ആൻസർ നോക്കാം. യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്ത് കാര്യത്തിനെ കുറിച്ചായാലും ശരി, നിങ്ങളുടെ ജോലി, കരിയർ, കാര്യങ്ങൾ, പഠിക്കാൻ എന്തിനാ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ ആരെയാണ് വേണ്ടത്, എന്താ ചൂസ് ചെയ്യേണ്ടത്, ആരാ വരുന്ന, യുനോ എനിത്തിങ്, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചോ എന്ത് തന്നെയായാലും നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചോളൂ. യെസ് ആൻഡ് നോ ആദ്യം എടുക്കാം. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ശ്രമിക്കുക. നമുക്ക് അതിൻ്റെ ആൻസർ യെസ് ഓർ നോയിൽ കിട്ടാൻ പോലെ മാത്രം. ഓക്കെ, അതാദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷേ ഞാൻ 2 പൈലിലും ഞാൻ ഏഞ്ചൽസിൽ തന്നെ കുറച്ച് മെസ്സേജസ് കൂടി എടുക്കും. ടൈമിംഗ് എടുക്കാം. ഞാൻ ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യത്തിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് എപ്പം നടക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ആലോചിച്ചോളൂ. അത് ഒരേ കാര്യത്തിനെ കുറിച്ചായിരിക്കാം, വേറെ വേറെ കാര്യങ്ങളായിരിക്കും. ആക്ച്വലി വേറെ കാര്യങ്ങൾ എടുത്തോളൂ. ബിക്കോസ് ഒരിക്കൽ നോന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അതിൻ്റെ ടൈമിംഗ് നോക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾ ആലോചിക്കുക. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആലോചിക്കുക, ഒന്ന് ഒരു ടൈമിങ്ങിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ, എപ്പം നടക്കും എന്ന രീതിക്ക്. ഈവൻ നോ ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് പിന്നീട് നടക്കാനുള്ള ചാൻസ് ആയിരിക്കും, അല്ലേ? അങ്ങനെയായിരിക്കാം. സോ എന്തായാലും നോക്കാം. നമുക്ക് ഡിവൈൻ ടൈമിംഗ് എടുക്കാം. ഞാൻ കുറച്ച് നിങ്ങൾക്ക് അഫർമേഷൻ മെസ്സേജസ് കൂടി തരാം. അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ യെസ് ആൻഡ് നോ 4 കാർഡാണ്. ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഷഫിൾ ചെയ്ത് ആദ്യം 2 പൈലും വെക്കും. പൈൽ 1 പിങ്ക് റോസ് കോട്ട്സ് ആണ്. ഓക്കെ, സെക്കൻഡ് പൈൽ റെഡ് ഏഞ്ചൽ ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ആദ്യം ഞാൻ ഇതിനെ ഒന്ന് ഇവിടെ എടുത്ത് വെക്കാം. നിങ്ങളുടെ മുമ്പിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇത് ആകെ 4 മീൻസ് 2 യെസ്സും 2 നോവും ആണ്. സോ ലെറ്റ്സ് സീ. എനിക്ക് പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് ഇതിൽ വെക്കാം. ഓക്കെ, സോ യെസ് ആൻഡ് നോ റെഡിയാണ് നമ്മുടെ. ഓക്കെ, കാർഡ്സ് എടുത്തേക്കാം അല്ലേ? ഓക്കെ, വേണ്ട. ഫയൽ 1കാർക്ക് നിങ്ങൾക്ക് എന്താ വന്നിരിക്കുന്നത് നോക്കാം. ആദ്യം യെസ് ആണോ നോ ആണോ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ. യെസ് നോ ആദ്യം ആലോചിച്ചോളൂ. ഓക്കെ, നോ ആണ് നിങ്ങൾക്ക്. റോസ് കോട്ട്സുകാർക്ക് ഇവിടെ നമുക്ക് നോ ആണ് വന്നിരിക്കുന്നത്. എന്താണ് സംഭവം നോക്കാം. യൂണിവേഴ്സ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നുണ്ടോ നോക്കാം. നമുക്ക് 2 വരുന്നുണ്ട്, ഞാൻ എടുത്തേക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആൻഡ് ടേക്ക് ആക്ഷൻ. ഇതിപ്പം കുറച്ച് ദിവസം മുമ്പ് വന്ന അതേപോലെ തന്നെ ഉണ്ടല്ലോ. ഇതേപോലെ ഒരു മെസ്സേജ് കിട്ടിയൊരു ഓർമ്മ എനിക്ക്. ഓക്കെ, ഒന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട്. ആൻഡ് ടേക്ക്, ഓക്കെ ലെറ്റ് മീ സീ, ഒരു കാർഡ് കൂടി എടുത്തേക്ക്. ഓപ്പർച്യൂണിറ്റി. ഓക്കെ ഓക്കെ, ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറയുന്നത്. ലെറ്റ് ഗോ. ഇതെന്തോ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, അതിനൊരു നോ ആണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന് നോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് എവിടെയോ ആ ആഗ്രഹത്തിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് യൂണിവേഴ്സ് പറയുന്നത് ആ ആഗ്രഹം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ളതായിരിക്കില്ല, നിങ്ങളുടെ ലൈഫിൽ അത് നല്ലതല്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആൻഡ് മീൻസ് നമുക്ക് അത്രത്തോളം ആഗ്രഹം തോന്നും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് എവിടെയോ യൂണിവേഴ്സിന് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് യൂണിവേഴ്സിന് അറിയും. നിങ്ങൾക്ക് ഇതിലും നല്ലത് എന്തോ വരാനുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിക്കും എവിടെയോ നിങ്ങളെ തന്നെ നിങ്ങൾ ലിമിറ്റ് ചെയ്തിട്ടാണ് ആലോചിക്കുന്നത്. മീൻസ് നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, എന്നാലും നിങ്ങളത് വിട്ട് കളയാൻ തയ്യാറായിരിക്കില്ല. ഓക്കെ, അവിടെ യൂണിവേഴ്സിന് ആക്ച്വലി അറിയാം ദറ്റ് അത് നിങ്ങൾക്ക് നല്ലതല്ല, അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യൂണിവേഴ്സിന് അറിയാം. ദർ ഈസ് സംതിങ് ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതിനേക്കാൾ നല്ലത് എന്തോ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ബട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് ശരിക്കും നിങ്ങൾക്ക് വരാനുള്ളത് പോലും നിങ്ങൾക്ക് വരുന്നില്ല. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വളരെ വലിയ ആഗ്രഹം തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. ബട്ട് എവിടെയോ നിങ്ങൾ അതിന് വല്ല കോംപ്രമൈസ് ചെയ്ത് ഒരു വിട്ടുവീഴ്ച ചെയ്ത് അങ്ങനെ ആണോ നിങ്ങൾ അതിൽ നിൽക്കുന്നത്?
എന്നാലും നിങ്ങൾക്കത് വിട്ടുകളയാൻ നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സ് വരാത്തതെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളതിൽ വളരെ കാലമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വളരെ നമ്മുടെ എനർജി, ടൈം എല്ലാം കൊണ്ടും, നമ്മൾ ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും നമ്മുടെ പൈസ കൊണ്ടായാലും ഒക്കെ നമ്മളതിൽ ഒരുപാട് കാലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ വിട്ടുകളഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ എൻ്റെ നമ്മൾ അത്രയും ആ ഇട്ട എഫേർട്ട് പോകുന്നത് നമുക്കൊരു വിഷമമായിരിക്കും. ബട്ട് എവിടെയോ നിങ്ങൾക്ക് തന്നെ അറിയാം അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത്. എന്നാലും നമ്മളത് വിട്ട് കളയാൻ അവിടെ തയ്യാറാവുന്നില്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഒന്ന്, നിങ്ങൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുമെന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് ഇതിനെ ഒന്ന് വിട്ട് കളയാൻ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ, ഇത് യൂണിവേഴ്സ് സപ്പോർട്ടാണ് ഇവിടെ എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവും ഇതിൽ നിന്ന് പുറത്തു വരാൻ. ഈ സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റം വരാൻ. ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് ഈ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ലെറ്റ് ഗോ ആണ് നിങ്ങളുടെ ആക്ഷൻ. എനിക്ക് തോന്നുന്നത് ഈ ലെറ്റിംഗ് ഗോ ആണ് നിങ്ങളുടെ ആക്ഷൻ. നിങ്ങൾ നോ നീഡ് ടു വറി എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ട്രസ്റ്റ്. എല്ലാം നല്ല നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് ലെറ്റ് ഗോ ചെയ്താലും നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് വരും. അത് വിട്ട് കളയാനുള്ള ഒരു നമ്മൾ പറയില്ല ഫൈനൽ ആക്ട്. ഫൈനൽ ആക്ട് ഓഫ് ലെറ്റിംഗ് ഗോ. നിങ്ങൾ ഐ തിങ്ക് ഓൾറെഡി നിങ്ങൾ മനസ്സുകൊണ്ട് എവിടേക്കോ കുറേയൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും പിടിച്ച് നിൽക്കണോ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വേണ്ട, വിട്ട് കളഞ്ഞേക്കൂ ഇനി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഐ തിങ്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എവിടെയോ ഇതായിട്ട് നിങ്ങൾ ചോദിക്കുന്നത് വീണ്ടും 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 നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് എവിടെയോ നല്ലതല്ല. അതിനേക്കാൾ നല്ലത് വേറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ ലെറ്റിംഗ് ഗോ ആവശ്യമാണ്. നിങ്ങൾ ഈ ഒരു ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ ചോദിച്ച ഒരു ചോദ്യം, എന്ത് കാര്യത്തിനെ കുറിച്ചായാലും ശരി, ഒരു ജോലിയെക്കുറിച്ചായാലും ഒരു വ്യക്തിയെക്കുറിച്ചായാലും റിലേഷൻഷിപ്പിനെ കുറിച്ചായാലും എന്ത് തന്നെയായാലും, ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളൊന്ന് മാറാൻ സമയമായി. കാരണം അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്, വേറെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. പക്ഷെ നിങ്ങൾ കൈ തുറന്ന് ദൈവം തരുന്ന ബ്ലെസ്സിങ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ആ പാസ്റ്റിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചർ, ഒരു വ്യക്തിയോ ഒരു കാര്യത്തിനെയോ വിട്ടുകളയലാവണമെന്നില്ല. മനസ്സിലെ നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയും. അതായത് എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് വേറൊന്നും നല്ലത് കിട്ടില്ല, എനിക്ക് വേറെ ഒന്നും ഇതിനേക്കാൾ നല്ലത് എനിക്കൊന്നും വരാനില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ്, എനിക്ക് പോരാ, ഞാനൊന്നിനും അങ്ങനെയൊക്കെയുള്ള നമ്മൾ അവനവനെ കുറിച്ചുള്ള ചില ലിമിറ്റിംഗ് ബിലീഫ്സ് അത് മാറ്റാനുള്ള ഒരു സമയമായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ആൻഡ് നിങ്ങൾക്ക് ഒരു മനസ്സിൽ തന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇതിൻ്റെ ഒരു തീരുമാനം എപ്പോൾ നടക്കുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എൻ്റെ മൈൻഡിൽ ഞാനൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്. മേ ബി ഐ ഡോണ്ട് നോ, നിങ്ങൾക്കൊരു മാറ്റം എപ്പോൾ കാണാൻ പറ്റും എന്ന രീതിയിൽ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്കത് മതിയെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ മനസ്സിൽ പക്ഷേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുന്നുണ്ട് യൂണിവേഴ്സിനോട്. ഇവർക്ക്, എൻ്റെ വ്യൂവേഴ്സിന്, ഈ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത എൻ്റെ വ്യൂവേഴ്സിന് ഒരു നല്ലൊരു മാറ്റം നമുക്കെപ്പോൾ പ്രതീക്ഷിക്കാം? എപ്പോഴാണ് ഇവരുടെ ലൈഫിലൊരു കാര്യം ഇവർ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു നല്ലൊരു ബ്ലെസ്സിങ് ഇവർക്ക് എപ്പോൾ വരും? ഒക്ടോബർ. വളരെ പെട്ടെന്നാണ്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ ആ ഡെസിഷൻ ഓൾമോസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഇതിൽ നിന്ന് വിട്ടുപോകാനുള്ള സമയമായി എന്ന് നിങ്ങൾക്കറിയാം. ചില കാര്യങ്ങളെ മാറ്റാനുള്ള സമയമായി എന്ന് നിങ്ങൾക്കറിയാം. ബട്ട് നിങ്ങൾ ആ ഒരു, നമ്മൾ പറയില്ലേ, 4-1 നമുക്ക് ആ ഒരു വേണ്ട, പിടിച്ച് നിൽക്കണോ, കുറച്ചുകൂടെ നിൽക്കണോ എന്നുള്ളൊരു തോന്നൽ. ഐ തിങ്ക് അതിൻ്റെ ആയിരിക്കാം. ടൈം ഹാസ് ബീൻ ഡിലേഡ്. നിങ്ങളോട് പറയുന്നത് ഓൾറെഡി സമയം വൈകി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഓൾറെഡി നിങ്ങൾക്ക് വൈകി, ശരിക്കും ലേറ്റായി. ഒരു കാർഡ് കൂടെ എടുത്തേക്കാം, ജസ്റ്റ് ഒന്ന്. ഞാൻ ഒന്നിൽ നിർത്താറില്ല, ബട്ട് ഒബ്സസിങ് ഓവർ ടൈമിംഗ് ക്രിയേറ്റ്സ് ബ്ലോക്സ്. ടൈമിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അറൗണ്ട് May, October to May എന്ന് നമുക്ക് പിടിക്കാം. എത്ര വൈകുന്നു എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ വൈകിച്ചാൽ നിങ്ങൾ, അതായത് തിങ്സ് വിൽ അൺഫോൾഡ് ആസ് ദേ ആർ മെന്റ് ടു. കാര്യങ്ങൾ നടക്കും എന്തായാലും ശരി. നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ശരി, നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട പോലെ നടക്കും. നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് എന്തായാലും. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ മടിച്ചു നിന്നാൽ സമയങ്ങൾ ഡിലേ വരും. May വരെ സമയം എടുക്കാം നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കണമെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആക്ച്വലി ഒക്ടോബർ, നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറായാൽ, ചില ലെറ്റ് ഗോ നിങ്ങൾ റെഡി ആയാൽ, നിങ്ങൾക്ക് ഒക്ടോബറിൽ തന്നെ നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും വരാൻ ബ്ലെസ്സിങ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങളായിട്ടോ കാണാനുള്ള സാധ്യതയാണ്.
നിങ്ങൾക്ക് അഡ്വൈസ്, പീസ്, ഫെയിലിയർ, യെസ്, ഗ്രോത്ത്, വെരി ഗുഡ്. സറണ്ടർ അഗൈൻ, ലെറ്റ് ഗോ. ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. ഉണ്ടോ, ലെറ്റ് ഗോ ചെയ്യാം. അതായത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിന് വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, ഐ ക്യാൻ റിലീസ് മൈ നീഡ് ടു കൺട്രോൾ. നിങ്ങൾ അതിനെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, എന്താണോ സംഭവിക്കേണ്ടത് സംഭവിച്ചോട്ടെ എന്ന രീതിക്ക് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, ആൻഡ് ഇത് പീസ് എന്ന് പറയുന്നുണ്ട്. ഐ എം എ ബീയിങ് ഓഫ് ലവ് ആൻഡ് ഐ റിലീസ് ഓൾ നെഗറ്റീവ് എനർജി. ഇവിടെ വെളിച്ചമുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് ഡാർക്കായി പോയി പെട്ടെന്ന്. ഓക്കെ, സോറി. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, ഒന്നിലും ഓവർ റിയാക്ട് ചെയ്യേണ്ട, എല്ലാത്തിനെയും നിങ്ങൾ പീസ്ഫുള്ളായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരും, പേടിക്കേണ്ട. ഫെയിലിയർ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ മിസ്റ്റേക്ക് ഇസ് ഓൺലി ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ എന്ന് പറയുന്നുണ്ട്. ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ബട്ട് അത് മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ അവനവനെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, അത്രയേ ഉള്ളൂ. ഗ്രോത്ത്, ഐ വോണ്ട് ടു എക്സ്പാൻഡ് മൈ കോൺഷ്യസ്നെസ് ആൻഡ് മൈ അവയർനെസ്. നിങ്ങളോട് പറയുന്നത് നിങ്ങളിൽ തന്നെ ഗ്രോത്ത് കൊണ്ടുവരാനാണ്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഇൻറ്റ്യൂഷൻ ഹൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് നല്ലോണം മെഡിറ്റേഷനൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കാം. നിങ്ങളെ തന്നെ ഗ്രോത്ത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാം. ഓക്കെ, കോൺഫിഡൻസ് വളർത്തുക നിങ്ങളുടെ യെല്ലോ ആണ്. സോ മേ ബി നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര അങ്ങനത്തെയൊക്കെ കോൺഫിഡൻസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻഡ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, പക്ഷെ ആ പാസ്റ്റിൽ നിന്നൊന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഫ്യൂച്ചർ വരുള്ളൂ. ഓക്കെ, സോ ഓക്കെ, നമുക്ക് പൈൽ 2 പോവാം. പൈൽ 1 നോ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് കേട്ടോ. ഓക്കെ, കാരണം ആ നോ എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ വേറൊരു നല്ല പാത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരുവാണ് വളരാനും നിങ്ങൾക്ക് ബെറ്റർ കാര്യങ്ങൾ വരാനും നിങ്ങളുടെ ലൈഫിൽ. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സ് തരുന്നത്. ഇവിടെ നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറൊരു വലിയൊരു യെസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പേടിക്കുക വേണ്ട. ഓക്കെ, ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ. നമുക്ക് പൈൽ 2 പോകാം, കുറച്ച് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, പൈൽ 2 റെഡ് കാൻഡിലിയൻ ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് യെസ് ആണോ നോ ആണോ നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു യെസ് ആണ്, വെരി ഗുഡ്. ഓക്കെ, ഇതൊരു നല്ലൊരു പ്രോമിസിങ് യെസ് വന്നിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന്. നമുക്ക് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സിന് വേറെ എന്താ പറയുന്നത് നോക്കാം. കാണിയില എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കറേജ് ആണ് കേട്ടോ, നമുക്ക് ധൈര്യം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. ഓക്കെ, സോ ഐ തിങ്ക് എവിടെയോ നിങ്ങളുടെ കറേജ് ഗെയിൻ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ്. ഓക്കെ, ആൻഡ് റിക്കവറി കാണുന്നുണ്ട്, ഗുഡ്. യു ആർ റെഡി, വെരി ഗുഡ്. യെസ്, ഇതാ ഞാൻ പറഞ്ഞു, ബി അസർട്ടീവ്, ബോൾഡ്നെസ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ധൈര്യം, നിങ്ങളുടെ ഒരു കറേജ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഇവിടെ ടൈം ഉണ്ട് നമുക്ക്. ഓക്കെ, ബി അസർട്ടീവ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഐ തിങ്ക് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നുണ്ട്. റെഡ് ചൂസ് ചെയ്തവരാണെങ്കിൽ റെഡ് നിങ്ങൾ മീൻസ് റെഡ് പറയുമ്പോൾ നമ്മുടെ ഒരു റൂട്ട് ചക്രയുടെ കളറാണ്. നമ്മൾ കുറെ കൂടി ധൈര്യം, നമ്മുടെ ഒരു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഐ തിങ്ക് വളരെയധികം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവുന്നുണ്ട്. നിങ്ങൾ റെഡി ആണ്, ആ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ തയ്യാറായി എന്നാണ് പറയുന്നത്. മേ ബി നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻസോ പ്രാർത്ഥനകളോ ഒക്കെ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് ഇത് രണ്ടും ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ യെസ്, ഇത് രണ്ടും എവിടെയോ എനിക്കൊരു സിമിലാരിറ്റി കയ്യിൽ കണ്ടു, കയ്യിലെന്തോ വന്നിരിക്കുന്ന ഒരു ഫീലിംഗ്. സോ നൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ ആ കാര്യം നിങ്ങൾക്ക് എത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഏഞ്ചൽസിനോട് ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അത് നടക്കാൻ പോകുന്നു, നിങ്ങളുടെ വിഷ് വരാൻ പോകുന്നു എന്ന് പറയാം, നിങ്ങളുടെ വിഷ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് എന്ന രീതിക്കും പറയാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. ആൻഡ് റിക്കവറി കാണുന്നുണ്ട്. ചിലവർക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിക്കവറി വരുന്നുണ്ട്. ഹെൽത്തിൻ്റെ ആയാലും സിറ്റുവേഷൻ എന്ത് തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും ആ സിറ്റുവേഷൻസിലൊരു ചേഞ്ച്, ആ സിറ്റുവേഷൻസിലൊരു മാറ്റം, ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ് വരുന്നുണ്ട്. ആൻഡ് യു ആർ റെഡി ടു റിസീവ് ദ ബ്ലെസ്സിങ്. ഓക്കെ, നിങ്ങൾ തയ്യാറാണ് ആക്ച്വലി. യെസ്, നിങ്ങൾ അതിൻ്റെ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട് ലേശം, മേ ബി ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ ചിലവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം നന്നായിട്ട്.
മെഡിറ്റേഷൻസോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ആൻഡ് നിങ്ങൾ ഒരുവിധം എവിടേക്കോ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ഗെയിൻ ചെയ്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ നിങ്ങൾക്ക് കിട്ടാൻ പോവാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ അധികം നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാനില്ല യെസ് ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പക്ഷേ ഡിവൈൻ ടൈമിങ്. ഓക്കെ, നിങ്ങൾ യെസ് നമുക്ക് ആൻസർ വന്നു, നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹം നടക്കുക അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ എപ്പോഴേക്കായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ വല്ല ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഞാനും എന്തായാലും ഡിവൈൻ എന്തെങ്കിലും ഒരു ടൈമിങ്ങിൻ്റെ അറൗണ്ട് മാർച്ച് ചാടി വന്ന സ്ഥിതിക്ക് എടുത്തേക്കാം. ആൻഡ് വിത്തിൻ ഫ്യൂ മന്ത്സ് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. Time is still unknown. Okay, and create space for it to happen sooner and within a couple of days. ഒരു ആൻസർ കൂടി, give me one clarity. Okay, no need to hurry. നിങ്ങൾക്ക് തരുന്നില്ല ദൈവം. ഇവിടെ സെപ്റ്റംബർ വന്നു, ബട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു ക്ലിയർ ആൻസർ തരുന്നില്ല, ടൈമിങ്ങിൻ്റെ ആൻസർ തരുന്നില്ല. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നമ്മളിവിടെ ഓൾറെഡി കണ്ടു, ഏഞ്ചൽസ് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ചിലവർക്ക് മാർച്ച് വരെ സമയം പറയുന്നുണ്ട്, ചിലവർക്ക് ഓക്കെ ചാൻസ്. പക്ഷെ മോസ്റ്റ്ലി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈമിനെ കുറിച്ച് ചോദിക്കേണ്ട എന്നാ പറയുന്നത്. വന്നോളൂ, എന്താണോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് എത്തും, ഉറപ്പാണ്. 100% യൂണിവേഴ്സ് നിങ്ങൾക്ക് ഷ്യൂരിറ്റി തരുന്നുണ്ട്. നിങ്ങൾ എപ്പോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, ജസ്റ്റ് വിട്ട് കളഞ്ഞേക്കാം. നോ നീഡ് ടു ഹറി. നിങ്ങൾക്ക് ഇതിപ്പോൾ ധൃതി പിടിച്ച് നമ്മൾ ഓടി എവിടെ എത്തേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കോളൂ. ഓക്കെ, സമയം കൊടുക്കാം, യൂണിവേഴ്സിന് സമയം കൊടുക്കാം, നിങ്ങൾ അവനവന് സമയം കൊടുക്കാം. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ ഒരു ബ്ലെസ്സിങ് ഓൾറെഡി കിട്ടിയ പോലെ തന്നെ നിങ്ങളെല്ലാത്തിനും നന്ദി പറഞ്ഞ് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ആ ഗ്രേറ്റ്ഫുൾനെസ്സിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ എത്രയും വേഗം നടക്കും. ഓക്കെ, വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഓൾറെഡി പറഞ്ഞിരുന്നു, കുറച്ച് സമയം എടുക്കുമായിരിക്കാം, ബട്ട് നിങ്ങൾക്ക് തോന്നുന്നു വരുന്നില്ല, ബട്ട് വരും. യെസ്, 100% യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞു, യെസ് ഇറ്റ് വിൽ. ഓക്കെ, നിങ്ങൾ പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ക്രിയേറ്റ് സ്പേസ് ഫോർ ഇറ്റ് ടു ഹാപ്പൻ സൂണർ. നിങ്ങൾക്ക് വേഗം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ നിങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ അവനവൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്തോ ചെയ്യാനുണ്ട്. എനിക്ക് ചില വർക്ക് നിങ്ങൾ ചെയ്യാനുണ്ട്. ഇത് ചിലപ്പോൾ ചില ലെറ്റിംഗ് ഗോ ആയിരിക്കാം, ചില മൂവിങ് ആയിരിക്കാം, ചില കാര്യങ്ങൾക്ക് നിങ്ങൾ സ്പേസ് ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലായിരിക്കാം, ജീവിതത്തിലായിരിക്കാം. അതിൻ്റെതായ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, വേറെ കാര്യങ്ങൾ വരാൻ. ഓക്കെ, സോ ആ ഒരു വർക്ക് നിങ്ങൾ എന്തോ ചെയ്യാനുണ്ട്. ഓക്കെ, അതെന്താന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, കുറച്ച് സമയം ഇവിടെ അറ്റ്ലീസ്റ്റ് മാർച്ചാണ് കാണുന്നത്. ഓക്കെ, സെപ്റ്റംബർ കണ്ടു, ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ലേശം സെപ്റ്റംബറിലേക്ക് നിങ്ങൾ കിട്ടുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. മാർച്ചാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക്. ഹാപ്പിനെസ്, ഓക്കെ, പെർസിവിയറൻസ്, യെസ് ഞാൻ പറഞ്ഞു. ഗ്രോത്ത് അഗൈൻ, ഓക്കെ, നോ പ്രോബ്ലം. ഫ്രണ്ട്ഷിപ്പ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ഫ്രണ്ട് ഈസ് ഇൻ മൈ ലൈഫ് ഫോർ എ റീസൺ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അവർ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്തോ ഒരു കാര്യത്തിനാണ് എന്നാണ് പറയുന്നത്. ഒരു പർപ്പസ് ഉണ്ട് അതിന്. ഓക്കെ, നിങ്ങളെ വളരാൻ സഹായിക്കാനായിരിക്കാം, നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിലേഷനൊക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു ഫ്രണ്ട് നിങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. ആൻഡ് ഇവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്നുണ്ട്. ഐ എം അവെയർ ദാറ്റ് ബീങ് ഹാപ്പി മീൻസ് ദാറ്റ് ഐ എം ഓൺ ദ റൈറ്റ് പാത്ത്. നിങ്ങൾ മനസ്സുകൊണ്ട് മേ ബി നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, അപ്പോൾ ആ സന്തോഷം ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മൾ ബിക്കോസ് നമ്മൾ സറണ്ടർ ചെയ്യാണ് യൂണിവേഴ്സിന്. ഓക്കെ, എന്ത് നടന്നാലും ഞാൻ ഓക്കെ ആണെന്ന്. ബുദ്ധിമുട്ടുകൾ തന്നാലും ശരി, വിഷമങ്ങൾ തന്നാലും ശരി, സമയമെടുത്താലും ശരി, ഞാൻ ഓക്കെ ആണ്, ഞാൻ റിലാക്സ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. യെസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, ചെയ്തോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ റിലാക്സ് ആയിട്ടിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ പെർസിവിയറൻസ്, ഐ നോ ദാറ്റ് ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ സെറ്റ് മൈ മൈൻഡ് ടു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വർക്ക്, നിങ്ങൾക്ക് എന്താണോ വർക്ക് ചെയ്യാനുള്ളത് അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട്, ഞാൻ ചെയ്താൽ എനിക്ക് നല്ലത് കിട്ടുമോ കിട്ടില്ല, അങ്ങനെ ചിന്തിക്കാതിരിക്കാം. വർക്ക് നമ്മൾ ചെയ്യണം, യെസ് ചെയ്യാം, അത്രമാത്രം. ഓക്കെ, എപ്പോഴെങ്കിലും അതിൻ്റെ റിസൾട്ട് യൂണിവേഴ്സ് നമുക്ക് തന്നോളും എന്ന് വിശ്വസിക്കാം. ഗ്രോത്ത്, ഐ വോണ്ട് ടു എക്സ്പാൻഡ് മൈ കോൺഷ്യസ്നെസ് ആൻഡ് മൈ അവയർനെസ്. നിങ്ങൾ അവനവനിൽ ഗ്രോത്ത് കൊണ്ടുവരിക. അത് ഫസ്റ്റ് പൈലും വന്നിരുന്നു. ഐ തിങ്ക് നിങ്ങൾ കുറച്ചൊന്ന് സെൽഫ് അവെയർ ആവാനുണ്ട്, സെൽഫ് ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു വർക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാം, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളൂ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.